2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ 5 സന്ദർഭങ്ങളിലായി തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ പരാതിയിൽ യുവതി പറയുന്നത്. കോഴിക്കോട്, കൊച്ചി, ഏലൂരിലെ സുഹൃത്തിന്റെ വീട് എന്നിവിടങ്ങളിൽ വെച്ച് ഈ പീഡനം നടന്നു. വേടനുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും താൻ മാനസികമായി വലിയ തോതിൽ തളർന്നെന്നും ഡിപ്രഷനിലേക്ക് പോയെന്നും ഒക്കെ ഈ യുവതി പരാതിയിൽ പറയുന്നുണ്ട്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വേടന്റെ പീഡനവുമായി ബന്ധപ്പെട്ട് ന്യൂസ് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ നമുക്ക് തന്നെ, കേൾക്കുന്ന ആർക്കായാലും അത് അത്ര പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ തോന്നത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പീഡന വിവരം ആ പെൺകുട്ടി പുറത്തു പറയാൻ 2 വർഷത്തോളം എടുത്തു എന്നുള്ളതാണ്. അപ്പൊ വേടൻ തന്നെ പറയുന്നുണ്ട്, എന്റെ കയ്യിൽ ഇത് കള്ളത്തരമാണ്, എന്റെ കയ്യിൽ ഒരു തെളിവുണ്ട്, എന്റെ കയ്യിൽ ഒരു ശബ്ദ സന്ദേശമുണ്ട് എന്ന് വേടൻ പറയുന്നുണ്ട്. വേടനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥയാണെന്നാണ് ഇത് പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നത്. ശരിയായിരിക്കാം, ഇപ്പൊ വേടൻ കുറച്ചൊക്കെ ഒന്ന് ഉയർച്ചയിലോട്ട് വന്നുകൊണ്ടിരിക്കുവല്ലേ, അപ്പോൾ അതിന് അസൂയുള്ള പലരും പല രീതിയിലും വേടന് കൊടുക്കാൻ തന്നെ ശ്രമിക്കും. അത് പോരാഞ്ഞിട്ട് 3 വർഷത്തോളം ഇവർ ഒരുമിച്ച് സ്നേഹിച്ച് പ്രേമിച്ച് കിടക്ക പങ്കിട്ട് അങ്ങനെ ജീവിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ അതൊരു പീഡനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 2021 ഓഗസ്റ്റ് മാസത്തിലാണ് വേടനുമായി പരിചയപ്പെടുന്നത്. വേടന്റെ ചില ആൽബങ്ങളും പാട്ടുകളും ഒക്കെ കണ്ട ഇൻസ്റ്റാ പേജിലൂടെ താൻ വേടന് ഒരു മെസ്സേജ് അയക്കുകയായിരുന്നു. വേടന്റെ ചില അഭിമുഖങ്ങളിലെ തിരുത്തലുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു താൻ മെസ്സേജ് അയച്ചത്. അതൊരു പരിചയമായി, തന്നോട് പരിചയപ്പെടണം എന്നാവശ്യപ്പെട്ടു. അതനുസരിച്ച് 2021 ഓഗസ്റ്റ് മാസം ഉച്ചയ്ക്ക് 1 മണിക്ക് കോഴിക്കോട് താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് വേടൻ വന്നു. അവിടെ അന്ന് തറയിൽ ഒരു ബെഡ് ഇട്ടാണ് ഇരുന്നത്. അവിടെ വെച്ച് തന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ അനുമതിയില്ലാതെ തന്നെ ചുംബിച്ചു എന്നുള്ളതാണ് ഈ യുവതി പരാതിയിൽ പറയുന്നത്. അതിനുശേഷം അതൊരു ബലാത്സംഗത്തിലേക്ക് പോയി. തുടർന്ന് 3 ദിവസം തന്നോടൊപ്പം അന്ന് വേടൻ അവിടെ താമസിച്ചു. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടതാണ് ഈ പെൺകുട്ടിയെ. എന്നിട്ട് അവർ തമ്മിൽ പ്രേമമായി അവളുടെ വീട്ടിൽ ചെന്നിട്ട് ചുംബനം നൽകി, എന്നിട്ട് ബലാത്സംഗം ചെയ്ത്, എന്നിട്ട് ഒരു 3 ദിവസം അവർ ഒരുമിച്ച് അവിടെ കഴിഞ്ഞ്. ആ സമയത്തൊന്നും ഇത് കേസും കൊടുത്തില്ല, പീഡനവും അല്ലായിരുന്നു. ആ 3 ദിവസം അവർ അടിച്ചു പൊളിച്ച് അവിടെ കഴിഞ്ഞ്. അപ്പോഴൊന്നും ഇത് പീഡനവേ അല്ലായിരുന്നു. ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ അത് പീഡനമാണെന്ന് മനസ്സിലാവുമല്ലോ, അപ്പോൾ അത് കേസ് കൊടുക്കാൻ എന്താ? അപ്പോഴൊന്നും കൊടുത്തില്ല. 2, 3, 4, 5 തവണ ചെയ്തിട്ടും അപ്പോഴും കേസ് കൊടുത്തില്ല. അതും അപ്പോഴൊരു പീഡനമേ അല്ലായിരുന്നത്. രണ്ടാളും തമ്മിൽ സഹകരിച്ച് അതൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് കൂട്ടിയിട്ട് ഇപ്പൊ അതൊരു പീഡനം. അപ്പൊ അതിന് പീഡനം എന്നൊക്കെ പറയാൻ പറ്റുമോ? രണ്ടാളും തമ്മിൽ സഹകരിച്ചിട്ടല്ലേ അങ്ങനെയൊക്കെ ആക്കി തീർത്തത്. പിന്നീട് എന്താ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടിട്ട് ഇങ്ങനെയൊക്കെ പോയി വല്ലവന്റെ ഒക്കെ കൂടെ പോയി കിടന്നു കൊടുക്കുന്നത്, അത് വിവാഹത്തിന് മുന്നേ ഇങ്ങനെയൊക്കെ പോയി കിടന്നു കൊടുക്കുന്ന അവളുടെയൊക്കെ ഒരു മാന്യത അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. എന്തായാലും പ്രേമിച്ച് രണ്ടുപേരും സഹകരിച്ച് ഇത്രത്തോളം ഒക്കെ ആയി അങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഇപ്പോഴതൊക്കെ ഒരു പീഡനമായിട്ട് ഇതേ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. സാമ്പത്തികമായി വേടനുമായി ചില ഇടപാടുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് വേടൻ ഇത്ര സാമ്പത്തിക ശേഷിയൊന്നുമുള്ള ആളായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് 2021 ഡിസംബർ മുതൽ 2023 വരെയുള്ള കാലഘട്ടങ്ങളിൽ പലപ്പോഴായി വേടൻ തന്റെ പക്കൽ നിന്ന് 31,000 രൂപ വാങ്ങിയിട്ട് അതിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും ജിപേ വിശദാംശങ്ങളും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്, അതിന്റെ തെളിവിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഫ്രണ്ട് വീട്ടിൽ വരിക, വീട്ടിൽ വന്നിട്ട് ചുംബനം നൽകുക, പീഡിപ്പിക്കുക. ഈ പീഡിപ്പിച്ച മനുഷ്യന്, ഈ വേടനിക്ക് ക്യാഷ് കൊടുത്ത് അങ്ങോട്ട് കൊടുത്തിട്ട്, പീഡിപ്പിച്ച ആളിന് അങ്ങോട്ട് ക്യാഷ് കൊടുത്ത് സഹായിക്കുക. ഇതൊക്കെ കൂട്ടി 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 ഇങ്ങനെ ആലോചിക്കുമ്പോ ഇതിനകത്തൊക്കെ ഓരോ പൊരുത്തക്കേടുകൾ തോന്നുന്നുണ്ട്. ശരിക്കും ഇത് പീഡനമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും അതിന് കേസെടുക്കാൻ പോലീസുകാരും. വേടൻ പറയുന്നുണ്ട് ഒരിക്കലും ഇത് സത്യമായ കാര്യമല്ല എന്നുള്ളത്, ഇത് തെളിവുകളെല്ലാം വേടന്റെ കയ്യിലുണ്ട് എന്നുള്ളത്. ശരിക്കും നമ്മളെ ഒരാള് പീഡിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ എന്നെ ആയാലും അത് മറ്റുള്ളവരെ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടാണോ പൈസ കൊടുക്കുവോ? നമ്മൾ ഒരിക്കലും അങ്ങോട്ട് ഇപ്പൊ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുവോ? ഒരിക്കലുമില്ല. അതുപോലെയുള്ള ഈ പെൺകുട്ടി എന്തുകൊണ്ട് വേടനിക്ക് പൈസ കൊടുത്ത്? അതിനുള്ള തെളിവുകളെല്ലാം പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ട്. 2021 ഡിസംബർ 8-ാം തീയതി തനിക്ക് പാർട്ടി ഇറക്കാൻ പൈസ വേണം എന്ന് വേടൻ പറയുന്നു. അങ്ങനെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ബ്രാഞ്ചിലേക്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് താൻ 10,000 രൂപ ഇട്ടുകൊടുക്കുന്നു. അതേ 2021 ഡിസംബർ 19-ന് വീണ്ടും കൂടുതൽ പണം വേണമെന്ന് ആവശ്യപ്പെടുകയും അന്ന് താൻ 5,000 രൂപ കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ആ കണക്കുകൾ പോകുന്നത്.
വേടൻ ഇപ്പൊ നല്ല രീതിയിൽ ഉയർന്നു വരുവാണല്ലോ. അപ്പോൾ പിടിച്ച് കുത്തനെ താഴത്തേക്ക് ഇടാമെന്ന് പലരും ഗൂഢാലോചന ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിന്റെ ഭാഗമായിരിക്കാം ഈ ഒരു പീഡന കേസും. എന്തായാലും ഇതൊരു പീഡനമായിട്ട് തോന്നുന്നേ ഇല്ല കേട്ടോ. ശരിക്കും രണ്ടാളും തമ്മിൽ സഹകരിച്ച് പോയി കിടന്നു കൊടുത്തിട്ട് അതിനൊന്നും പീഡനമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 2021-23 കാലഘട്ടത്തിൽ ഏതാണ്ട് 16,000-ഓളം രൂപയാണ് താൻ ഇങ്ങനെ നൽകിയത്. മാത്രവുമല്ല അങ്ങനെ മൊത്തം 31,000 രൂപ നൽകിയിട്ടുണ്ട്. മാത്രമല്ല 8,356 രൂപയ്ക്ക് താൻ വേടന് പലപ്പോഴായി ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട്. പ്രേമിക്കുന്ന സമയത്ത് ട്രെയിൻ ടിക്കറ്റ് അല്ല പ്ലെയിൻ ടിക്കറ്റ് വരെ എടുത്തു കൊടുക്കും. അത് സ്വാഭാവികമാണ്. രണ്ടുപേരുടെ അറിവോടെ നടന്ന ഒരു ബന്ധം എങ്ങനെ പീഡനമാവും? എന്തായാലും വേടന് കൊടുക്കാൻ ഇതിന്റെ പിന്നിൽ നല്ല രീതിയിൽ പ്ലാനിങ് നടക്കുന്നുണ്ട്. വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ഒരു പെൺകുട്ടിയോട് അങ്ങനെ മോശമായിട്ട് അവളുടെ സമ്മതമില്ലാതെ അങ്ങനെയൊക്കെ തൊട്ടിട്ട് ഉണ്ട് എങ്കിൽ അതിന് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അതല്ല അവന്റെ കൂടെ പോയി കിടന്നു കൊടുത്തിട്ട് അവനെ മനഃപൂർവ്വം അവളുടെ അറിവോടുകൂടി പോയി കിടന്നു കൊടുത്തിട്ട് അവനെ കരിവായി തേക്കാനാണ് ശ്രമിച്ചത് എങ്കിൽ അതിന്റെ തെളിവുകൾ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരട്ടെ. ഇയാളും ഇയാളുടെ സുഹൃത്തുക്കളും, അതായത് വേടനും വേടന്റെ റാപ്പർമാരായ മറ്റു സുഹൃത്തുക്കളും അടക്കമുള്ളവർ തന്റെ ഫ്ളാറ്റിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. 2022 മെയ് 30-നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് യുവതി പറയുന്നത്. അതായത് അന്ന് കൊച്ചിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ വേടൻ ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന രീതിയിലാണ് തന്റെ അടുത്ത് വന്നത്. അന്ന് തന്നെ വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. തനിക്ക് ശാരീരികമായ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. മാത്രമല്ല ഇത്തരത്തിൽ അതിനുശേഷം വളരെ മോശമായ പെരുമാറ്റമാണ് ഈ വേടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. തന്നെ ഒഴിവാക്കുകയാണ് എന്ന തോന്നൽ 2023 ജൂലൈ മുതലാണ് തനിക്ക് തോന്നി തുടങ്ങിയത് എന്നാണ് പറയുന്നത്. സംസാരിച്ച എല്ലാ പ്രശ്നവും പരിഹരിക്കാം എന്ന് താൻ പറഞ്ഞെങ്കിലും താൻ പിന്നാലെ പോയി വിളിച്ചെങ്കിലും വേടൻ തിരിച്ചു വരാൻ തയ്യാറായില്ല. അതിനുശേഷം പിന്നീട് പലപ്പോഴായി താൻ ഫോൺ ചെയ്തു. പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും തന്നെ വേടൻ ഫോൺ എടുക്കാൻ തയ്യാറായില്ല. ഇത് തന്നെ വലിയ ഡിപ്രഷനിലേക്ക് തന്നെ കൊണ്ടുപോയി. താൻ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ചികിത്സയിലായിരുന്നു. അങ്ങനെ താൻ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് അടുത്തയിടെ ഈ വേടന്റെ ഒരു ഇന്റർവ്യൂ കാണുകയും തന്റെ ആദ്യ പ്രണയത്തെക്കുറിച്ചടക്കം വേടൻ ഇതിൽ വളരെ വിശദമായി തന്നെ പറയുകയും ചെയ്തു. വേടൻ തന്നെ ചതിക്കുകയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടത് ആ ഒരു ഘട്ടത്തിലാണ്. തനിക്ക് വളരെ മാനസികമായ വളരെ വലിയ ടെൻഷൻ ഉണ്ടാക്കി. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് താൻ ഇത്തരത്തിൽ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നതെന്നാണ് യുവതി ഈ മൊഴിയിലടക്കം പറഞ്ഞിരിക്കുന്നത്. ബലാത്സംഗ കേസിന് നിയമപരമായി നേരിടാൻ വേടൻ തയ്യാറെടുക്കുകയാണ്. ഹൈക്കോടതിയിൽ ഉടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകും. തന്നെ വേട്ടയാടുന്നു എന്നും ആസൂത്രിതമായ നീക്കത്തിന് തെളിവ് കയ്യിലുണ്ടെന്നും വേടന്റെ ഒപ്പം നിൽക്കുന്നവർ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിൽ നടന്നതെന്നുള്ള കൂടിയാണ് ഇപ്പോൾ വേടൻ ആരോപിക്കുന്നത്. ആസൂത്രണം നീക്കത്തിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ട്. അത് ഉടൻ തന്നെ, അതായത് ഒരു ഓഡിയോ ക്ലിപ്പ് തന്നെ ഉണ്ട്. അത് വൈകാതെ തന്നെ നമുക്ക് ഷെയർ ചെയ്യാമെന്നുള്ള കാര്യവും വേടൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് കേസിനെ ഇപ്പോൾ നിയമപരമായി നേരിടാനാണ് പറയുന്നത്. കൊച്ചി ലേ മെറിഡിയനിൽ വെച്ച ഒരു കോൺസെർട്ട് ഉണ്ടായിരുന്നു. അതില് താനൊപ്പം ഉണ്ടായിരുന്നു. തങ്ങളുടെ സുഹൃത്തുക്കളായ അഖിൽ, നിസാബുദ്ദീൻ അടക്കമുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഈ കോൺസെർട്ട് കഴിഞ്ഞ ശേഷം റൂമിലേക്ക് തങ്ങൾ വന്നു. പക്ഷെ അതിനുശേഷം വേടൻ വളരെ വൈകിയാണ് വന്നത്. അതിനുശേഷം വന്നു തന്നോട് പറഞ്ഞത്, നീ വളരെ ടോക്സിക് ആണ് എന്ന് തന്നോട് പറഞ്ഞു. എനിക്ക് ഒരുപാട് ബന്ധങ്ങളുള്ളയാളാണ്, പക്ഷെ നീ അതിനൊക്കെ തന്നെ തടസ്സം നിൽക്കുകയാണ്. എനിക്ക് ഈ ബന്ധവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് തന്നോട് പരുഷമായി സംസാരിച്ചുകൊണ്ട് വേടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് എന്നാണ്